അടുത്തതായിട്ട് 8ബിയിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. യൂസിംഗ് റിമൈൻഡർ തിയറം ഫാക്ടറൈസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് കംപ്ലീറ്റ്ലി. സോ ഫാക്ടറൈസ് മീൻസ് അതിന്റെ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 3x³ plus 2x² minus 19x plus 6. സോ ഇതിന്റെ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2012 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ടത്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് ഒരു ഫാക്ടർ തന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നമുക്ക് അടുത്ത ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോങ് ഡിവിഷൻ വഴി വേറൊരു പോളിനോമിയൽ അല്ലെങ്കിൽ കോഷ്യന്റ് കിട്ടും. അതിനെ വീണ്ടും നമ്മൾ എന്തോ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴിയാണ് ചെയ്തുകൊണ്ടത്. അപ്പൊ ഇവിടെ ഒരു ഫാക്ടർ പോലും ഇല്ല. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതിന്റെ ഒരു ഫാക്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെയാണ്. അപ്പൊ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ലാസ്റ്റ് ടേം എടുക്കുക. ഓക്കെ, സോ അപ്പൊ ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ശ്രദ്ധിക്കുക, ഇതിന്റെ ലാസ്റ്റ് ടേം എന്താണ്, 6. സോ ഈ നമ്പർ നമ്മൾ എടുക്കുക 6. ഓക്കെ, സോ ലാസ്റ്റ് നമ്പർ 6 ആണല്ലോ. സോ ഫാക്ടേഴ്സ് ഓഫ് 6 എടുക്കുക. ശ്രദ്ധിക്കുക, ലാസ്റ്റ് നമ്പർ 6 ആണ്. ഫാക്ടേഴ്സ് ഓഫ് 6 എടുക്കുക. 6ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിന്റെ ഫാക്ടർ ആണ് 1. സോ നമ്മൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് 1 ഇടുന്നു. 6ന്റെ ഫാക്ടർ ആണ് 2, സോ പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കുന്നു. 6ന്റെ ഫാക്ടർ ആണ് 3, therefore പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അടുത്ത ലാസ്റ്റ് പ്ലസ് ഓർ മൈനസ് 6. ഓക്കെ, 6ന്റെ ഫാക്ടേഴ്സ് 1, 2, 3 ആൻഡ് 6 ആണ്. അത് പ്ലസ് ഓർ മൈനസ് ഇട്ട് എഴുതുന്നു. നമ്മൾ ചെയ്യേണ്ടത് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ആദ്യം +1 എടുക്കാം. ഓക്കെ, അതായത് ഈ ഫംഗ്ഷനകത്ത് എക്സിന് വരെ എന്ത് ഇട്ട് കൊടുക്കാം, 1 ഇട്ട് കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, f(1) is equal to, ഇത് f(x) ആണ്. സോ 3 into 1³ plus 2 into 1² minus 19 into 1 plus 6. സോ അപ്പൊ ഈ മെത്തേഡിന്റെ പേര് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. സോ അപ്പം നമുക്ക് ശരിയാണോ നമുക്ക് അറിയില്ല. ഈ ഫസ്റ്റ് ഫാക്ടർ, ഒരു ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ അപ്പം ചിലപ്പോൾ തെറ്റ് വരും, നമ്മൾ അത് വീണ്ടും കറക്റ്റ് ആക്കി വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. സോ f(1) ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ 1 നമ്മൾ വെറുതെ ഇട്ടല്ല കേട്ടോ. 6ന്റെ ഫാക്ടേഴ്സിൽ 1, 2, 3, 6 വരുന്നുണ്ട്. അതിൽ ആദ്യം നമ്മൾ +1 എടുത്തു. സോ എന്ത് കിട്ടും ഇവിടെ, 3 + 2 minus 19 plus 6. സോ അപ്പൊ ഇത് എന്ത് വരും, 3 + 2 5, 5 + 6 എന്ത് വരും, 11 minus 19 വരും. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അത് എന്തല്ല, 0 അല്ല. അപ്പൊ ആ കേസ് നമുക്ക് വേണ്ട. അടുത്ത് നമ്മൾ +1 അല്ലേ, -1 കൊടുക്കാം. സോ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ എന്ത് വരും, f(-1) എന്ത് വരും, 3 into -1ന്റെ ക്യൂബ് plus 2 into -1ന്റെ സ്ക്വയർ minus 19 into -1 plus 6. That is equal to -3 plus 2 plus 19 plus 6. So ഇത് കൂട്ടുമ്പോൾ എന്തായാലും എന്ത് വരത്തില്ല, 0 വരത്തില്ല. That is not equal to 0 എന്ന് ഞാൻ എഴുതി. അടുത്ത എന്ത് എഴുതാം, +2 എടുക്കാം. പുട്ട് എക്സ് is equal to 2 എടുക്കാം. സോ f(2) എന്ത് വരും, 3 into 2³ plus 2 into 2² minus 19 into 2 plus 6. Okay, 2³ എത്ര, 8. 8 into 3 എത്ര, 24 plus 2² 4, 4 into 2 എത്ര, 8 minus 38 plus 6. Okay, so നോക്കാം, 24 plus 6 30 plus 8 എത്ര, 38. 38 minus 38 is equal to എത്ര, 0. സോ അപ്പൊ ഈ കേസ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മള് ഈ പോളിനോമിയൽ ഫംഗ്ഷനകത്ത് എക്സിന് 2 എടുത്തപ്പോ എന്ത് വന്നു, റിമൈൻഡർ എന്ത് വന്നു, 0. അല്ലെങ്കിൽ ഇവിടെ f(2) എന്ത് വന്നു നമുക്ക്, 0. ബൈ ഫാക്ടർ തിയറം അനുസരിച്ച് നമുക്ക് x is equal to 2 എന്നല്ലേ നമ്മൾ കൊടുത്തത്. therefore x ഇവിടെ x is equal to 2 എന്നല്ലേ കൊടുത്തത്. സോ x minus 2 is equal to 0. 2 ഇപ്പുറത്ത് കൊണ്ടുവന്നു. സോ x minus 2 is equal to 0. അപ്പൊ നമുക്ക് എന്ത് പറയാം, x minus 2 is a factor of f(x) എന്ന് പറയാം. x minus 2 എന്താണ്, ഈ ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ ആണ്. സോ അപ്പൊ ഇവിടെ വരെ ആവുമ്പോഴത്തേക്ക് നമ്മുടെ പകുതി ജോലി കഴിഞ്ഞു. ബാക്കിയെല്ലാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ചെയ്യുന്നത്. സോ അപ്പം ഇവിടെ ചോദിച്ചേക്കുന്നത് യൂസിങ് റിമൈൻഡർ തിയറം ഫാക്ടറൈസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് കംപ്ലീറ്റ്ലി. സോ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഇതിന്റെ പവർ എത്രയാണ്, 3 ആണ്. ഹയസ്റ്റ് പവർ 3 ആണ്. സോ 3 ഫാക്ടേഴ്സ് ഉണ്ടാവും. ആദ്യത്തെ ഒരു ഫാക്ടർ കിട്ടിയാലേ നമുക്ക് ബാക്കിയുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ അപ്പൊ ആദ്യത്തെ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്, 6. സോ അപ്പൊ ആ 6ന്റെ ഫാക്ടേഴ്സ് എടുത്ത് എഴുതി പ്ലസ് ഓർ മൈനസ് കൊടുത്തു.
ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അനുസരിച്ച് ഓരോ വാല്യൂസും എക്സിന് ഇട്ട് കൊടുക്കും. സോ എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 0 അല്ല, എക്സിന് -1 ഇട്ട് കൊടുക്കുമ്പോൾ 0 അല്ല, എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വാല്യൂ എന്തോന്നു 0 ഒന്ന്. സോ x is equal to 2 ഇങ്ങോട്ട് എടുത്ത് എഴുതി x minus 2 is equal to 0. Therefore x minus 2 is a factor of f of x. Okay. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ഫാക്ടർ കിട്ടി. അത് ഏതാണ്? x minus 2 ആണ് നമ്മളുടെ ഒരു ഫാക്ടർ. ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാണ്? ഒരു ഫാക്ടർ നമ്മൾ എന്താ ലോങ് ഡിവിഷൻ യൂസ് ചെയ്യും. നേരത്തെ നമ്മൾ ചെയ്തല്ലോ, എന്താണ് ലോങ് ഡിവിഷൻ യൂസ് ചെയ്യും. ലോങ് ഡിവിഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം നമ്മൾ? നോക്കിക്കേ, ഈ പോളിനോമിയലിലെ ഒരു ഫാക്ടർ ആയിട്ടുള്ള x minus 2 കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഓക്കെ. സോ ഇത് എടുത്ത് എഴുതുക. 3x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ മൈനസ് 19x പ്ലസ് 6 എടുത്ത് എഴുതുക. എന്നിട്ട് ഈ ഒരു ഫാക്ടർ ആയിട്ടുള്ള x minus 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3x സ്ക്വയർ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 3x ക്യൂബ് ഡിവൈഡ് ബൈ x എത്ര? 3x സ്ക്വയർ. ഇനി ഇതിനെ ഇതുകൊണ്ട് രണ്ടെണ്ണം കൊണ്ട് എന്ത് ചെയ്യാൻ? ഡിവൈഡ് ചെയ്യുക. 3x സ്ക്വയർ ഇൻറ്റു x 3x ക്യൂബ്, അടുത്ത 3x സ്ക്വയർ ഇൻറ്റു -2 -6x സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. സോ അപ്പൊ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിന്റെ സൈൻ മാറ്റണം. ഇവിടെ മൈനസ് ആവും, ഇവിടെ എന്താവും? പ്ലസ് ആവും. ഓക്കെ. അങ്ങനെ സൈൻ മാറ്റിയതിനു ശേഷം ആഡ് ചെയ്യുമ്പോൾ 3x ക്യൂബും -3x ക്യൂബ് 0, -2x സ്ക്വയറും പ്ലസ് 6x സ്ക്വയറും കൂടെ ആകുമ്പോൾ എന്തോ പ്ലസ് 8x സ്ക്വയർ ആയി മാറും. പിന്നെ -19x ഇവിടെ എടുത്ത് എഴുതുക. നോക്കേ, ഇനി അടുത്ത വീണ്ടും ഡിവിഷൻ ചെയ്യണമെങ്കിൽ 8x സ്ക്വയറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്ലസ് 8x എന്ന് കിട്ടും. സോ 8x ഇൻറ്റു x 8x സ്ക്വയർ, 8x ഇൻറ്റു -2 -16x എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ സൈൻ മാറ്റുമ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ എന്തോ പ്ലസ്, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0, -19x പ്ലസ് 16x കൂടെ -3x എന്ന് കിട്ടും. ഈ 6നെ താത്തിറക്കുമ്പോൾ +6. ഓക്കെ അല്ലേ? സോ ഇനി -3x നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -3. -3 ഇൻറ്റു x -3x, -3 ഇൻറ്റു -2 നമുക്ക് എന്ത് കിട്ടും? +6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സൈൻ മാറ്റുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആവും, ഇവിടെ എന്താവും? നെഗറ്റീവ്. നെഗറ്റീവും പോസിറ്റീവും ആഡ് ചെയ്യുമ്പോൾ 0, പോസിറ്റീവ് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ എത്ര? 0. അതല്ലാതെ 0 വരും. കാരണം ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഫാക്ടർ ആണ് x minus 2 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ അപ്പൊ അതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരണം? 0 വരണം. വന്നില്ലെങ്കിൽ നമ്മൾ ചെയ്ത ആൻസർ തെറ്റും. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈ കോഷ്യന്റിനെ എടുക്കണം. നേരത്തെ ചെയ്ത നമുക്ക് തന്നെ ആ കോഷ്യന്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം? നോക്കേ, 3x സ്ക്വയർ പ്ലസ് 8x -3 നമ്മൾ ഇങ്ങനെ എടുക്കണം. ഇതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴി നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്തെടുക്കണം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സ് ആണോ അല്ലെ? നമുക്ക് പ്രോഡക്റ്റ് എടുക്കാം. പ്രോഡക്റ്റ് എത്ര? 3 ഇൻറ്റു -3 എത്ര? -9. സം എത്രയാണ്? 8 പ്ലസ് 8. സോ സം പോസിറ്റീവ് ആയതുകൊണ്ട് ലാർജ് എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പൊ രണ്ട് നമ്പേഴ്സ് എടുക്കണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടണം, -9 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 8 കിട്ടണം. സോ അപ്പൊ വളരെ ശ്രദ്ധിച്ചാണ്. നോക്കെ, ഞാൻ എടുക്കുന്നത് 1ഉം 9ഉം കൂടി എടുക്കുക. 1 ഇൻറ്റു 9 എത്ര? 9. സം പോസിറ്റീവ് ആയതുകൊണ്ട് ലാർജ് പോസിറ്റീവ്. സോ ലാർജിനെ പോസിറ്റീവ് ആക്കി, ഞാൻ എന്തിനാ സ്മോളിനെ നെഗറ്റീവ് ആക്കി. സോ ഇപ്പൊ ഇതൊന്നും ചെയ്തില്ലെന്ന് വെച്ചോ. 1 ഇൻറ്റു 9 9. പക്ഷെ നമുക്ക് എന്തോ വേണ്ടത്? -9. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണത്തിന് മൈനസ് കൊടുത്താലേ എന്ത് കിട്ടത്തുള്ളൂ? -9. സോ സം പോസിറ്റീവ് ആയതുകൊണ്ട് എന്തുവാ? ലാർജ് പോസിറ്റീവ്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിന് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാൻ പറ്റില്ല. സം പോസിറ്റീവ് ആയതുകൊണ്ട് ലാർജ് പോസിറ്റീവ്. സോ സ്മോളിന് എന്ത് കൊടുത്തു? ഞാൻ നെഗറ്റീവ് കൊടുത്തു. ഓക്കെ. സോ അപ്പൊ അടുത്തതായിട്ട് -1 പ്ലസ് 9 എന്ത് വരും? 8 കിട്ടും. ഓക്കെ ഇല്ലേ? സോ അപ്പൊ ഇത്രേ ഉള്ളൂ. പ്രൊഡക്റ്റ് -9ഉം സം എത്ര വന്നു? 18ഉം. സം 18 വരുമ്പോ തന്നെ എടുത്ത് എഴുതണം. സം പോസിറ്റീവ്, സോ ലാർജ് ഈസ് പോസിറ്റീവ്. എന്നിട്ട് ഞാൻ എന്തോ ചെയ്തത്? പ്രൊഡക്റ്റ് 9 വരുന്ന രണ്ട് നമ്പേഴ്സ്. അപ്പൊ 1ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9. പക്ഷെ എനിക്ക് എന്തോ വേണ്ടത്? -9. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മൈനസ് ആയാലേ -9 വരൂ. സം പോസിറ്റീവ് ആണ്ട് ലാർജ് പോസിറ്റീവ്. സോ ഒരിക്കലും 9 എന്തിട്ട് കൊടുക്കാൻ പറ്റത്തില്ല? നെഗറ്റീവ് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിട്ടു കൊടുത്തു. ഓക്കെ. എന്നിട്ട് മറ്റേ കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. -1 പ്ലസ് 9 എത്ര വരുന്നു നോക്കണം. 8 വരുന്നു ചെക്ക് ചെയ്യണം. ഓക്കെ ആയി. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? -1ഉം 9ഉം. അപ്പൊ ഇവിടുത്തെ 8x-നെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. സോ നോക്കേ, 3x സ്ക്വയർ പിന്നെ മൈനസ് അല്ലേ? -1x പ്ലസ് 9x -3. സോ ഇതിനെ ഇങ്ങോട്ട് ആഡ് ചെയ്തു. ശരിക്കും എന്റെ റിസൾട്ട് എന്തോ? -1x-ഉം 9x-ഉം കൂടെ എത്ര? 8x ആ വരുന്നത്. സോ അടുത്തത് ഇത് രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ടെന്ന് നോക്കണം. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ടെന്ന് നോക്കണം. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? നമുക്ക് x മാത്രമേ ഉള്ളൂ. സോ ഇവിടെ എന്ത് വരും? 3x -1. x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3x² x 3x, 1x by x 1. ഓക്കെ.
പ്ലസ് ഇവിടെ രണ്ടിടത്തും കോമൺ എന്തുണ്ട് 3 ഉണ്ട്. അപ്പൊ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും എക്സ് മൈനസ് 1. സോ ഇവിടെ 3 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും 3x മൈനസ് 1. സോ ഇനി ഇതിലും എന്ത് കോമൺ ഉണ്ടെന്ന് നോക്കണം. 3x മൈനസ് 1 ഉണ്ട്. സോ 3x മൈനസ് 1 ഇവിടുന്ന് കോമൺ എടുക്കുമ്പോൾ ബാക്കി എക്സ്, ഇവിടുന്ന് കോമൺ എടുക്കുമ്പോൾ എത്ര പ്ലസ് 3. ഓക്കെ അല്ലേ? സോ അപ്പൊ വളരെ ശ്രദ്ധിക്കുക, ഈ പോളിനോമിയൽ ഫംഗ്ഷനെ ഓൾറെഡി ഫാക്ടർ ആയിട്ടുള്ള എക്സ് മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു കോഷ്യന്റ് നമുക്ക് കിട്ടി. ആ കോഷ്യന്റിനെ വീണ്ടും ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും 2 ഫാക്ടേഴ്സിനെ കിട്ടി. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഫാക്ടേഴ്സ് ആർ ഏതൊക്കെയാ? ആദ്യമേ കിട്ടിയ ഏതൊക്കെയാ? എക്സ് മൈനസ് 2, പിന്നെ കിട്ടിയ ഏതൊക്കെയാ? 3x മൈനസ് 1, വീണ്ടും ഏതാ? എക്സ് പ്ലസ് 3. സോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് നോക്കുക, തെറ്റിക്കാതെ തന്നെ. സോ അപ്പൊ ഞാനിത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ മാത്രം കേൾക്കുക, മനസ്സിലായിട്ടുള്ളവർ ഈ പ്രോബ്ലം തന്നെ ചെയ്ത് നോക്കാം. സോ അപ്പൊ ഇത്രേ ഉള്ളൂ. യൂസിംഗ് റിമൈൻഡർ തിയറം ഫാക്ടറൈസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് കംപ്ലീറ്റ്ലി. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു? ഈ ഒരു പോളിനോമിയലിനെ എടുത്തു. അതിനെ ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ നമുക്ക് അറിയണം. സോ അപ്പൊ ആദ്യത്തെ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ ലാസ്റ്റ് ടൈം ആയിട്ടുള്ള 6ന്റെ ഫാക്ടേഴ്സിനെ എടുത്ത് എഴുതി, പ്ലസും മൈനസും വെച്ചിട്ട്. എന്നിട്ട് ഈ പോളിനോമിയൽ ഫംഗ്ഷനകത്ത് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ എവിടെയാണ് 0 കിട്ടുന്നത് നോക്കുക. നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ എക്സിന് 2 കൊടുത്തപ്പോഴാണ് 0 വന്നത്. സോ x is equal to 2, എക്സിന്റെ വാല്യൂ എത്ര 2. സോ x minus 2 is equal to 0. Therefore x minus 2 എന്താന്ന് പറയണം? ഫാക്ടർ ആണെന്ന് പറയണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ സ്റ്റെപ്പ് അതേ നമുക്ക് ഫോളോ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ഓക്കെ, സോ അപ്പൊ അങ്ങനെ x minus 2 0 വന്നതുകൊണ്ട് അപ്പം x minus 2 ഇതിന്റെ എന്താണ്? ഫാക്ടർ ആണ്. സോ ഇതിനെ x minus 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വരും. അപ്പൊ കിട്ടുന്ന ക്വസ്റ്റ്യനെ ഇങ്ങനെ എടുത്തിട്ട് അതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴി വീണ്ടും ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 ഫാക്ടേഴ്സ് കൂടെ കിട്ടും. ടോട്ടൽ 3 ഫാക്ടേഴ്സ് ഓൾറെഡി കിട്ടി. x minus 2, രണ്ടാമത് കിട്ടിയ 3x minus 1 ഉം x plus 3. ഓക്കെ ആണല്ലോ?